അങ്ങനെ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് കോഫി. അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്? നമ്മൾ ഇവിടുന്ന് അങ്കാറെ പോവാണ്. അങ്കാറ ഹൈ സ്പീഡ് ട്രെയിനിൽ കയറിയിട്ട് 9 മണിക്കുള്ള ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ അങ്കാറെ പോകും. എന്നിട്ട് അങ്കാറയിൽ ഇന്ന് കറങ്ങും. അത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. നമ്മള് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, റൂമിൽ നിന്ന് ഇറങ്ങാണ്. ഇതാണ് ഞങ്ങളെ ബാഗുകൾ. ഇതിൻ്റെത് ഇത് സ്നാക്സ് ആണ്. കുറച്ച് സ്നാക്സ് നല്ല വാങ്ങിച്ചിട്ട് ട്രെയിനിൽ നിന്നാണ്. കാരണം 5 hour ജേർണിയാണ്. വെള്ളം 5 hours കവറാണ്. കൊറേ നല്ല കവർ ഉണ്ട് കൊണ്ടുവന്ന് ഫാമിലി ഞാൻ നോക്കൂല. ആൾക്കാരൊക്കെ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങിട്ട് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നു വരുന്നുണ്ട്, പോകുന്നുണ്ട്. റൂമുകൾ പലതും ചെക്ക്ഔട്ട് ആവുന്നുണ്ട്. ഗോവണി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്നലൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ. ഇന്നിപ്പോ രാവിലെ 7:35 ആയപ്പോ ഇവിടെ ആരുമില്ല. ഇവിടെ 9 മണി ആവണം എല്ലാം തുറക്കും. പോലീസ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ നടക്കാൻ പോണോല് ഒറ്റ സ്പോട്ടിൽ നിന്ന് 3 ടൂറിസ്റ്റ് സ്പോട്ട് കാണാൻ പറ്റും. ഇതിവിടെ ബ്ലൂ മോസ്ക്, ഇതിവിടെ ഹിപ്പോഡ്രോം സ്ക്വയർ, അവിടെ ഹഗിയ സോഫിയന്റെ മിനാർ ആണ് കാണുന്നത്. ഹഗിയ സോഫിയ. അതിന്റെ തൊട്ട് ബാക്കിൽ ടോപ്പ് കാപ്പി പാലസ്. പോകുന്ന വഴിയിൽ റെമിക്കൊരു ക്ഷീണം പിടിച്ചപ്പോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതാണ്. 9 മണിക്കാണ് ട്രെയിന്. 7:40 ആയിട്ടുള്ളൂ. ഇതാണ് കേട്ടോ ട്രാം സ്റ്റേഷൻ. ട്രാം വളരെ സിമ്പിൾ ആണ്. റോട്ടിൽ തന്നെയാണ് ട്രാമും പോവുക. റോട്ടിൽ നിന്ന് ഒരു ചെറിയ ഗേറ്റ് ഉള്ളൂ. അതിന് കടന്നു കയറിയ റോട്ടിൽ തന്നെ നിന്നാൽ മതി, ട്രാം പോകും. ഞങ്ങളങ്ങനെ സിർക്കസി എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോ ട്രെയിൻ സ്റ്റേഷനിലെത്തി. സൊഗുലു ഷെഷ്മൈ അങ്ങനെ എന്തോ ഒരു പേര്. റെയിൽവേ സ്റ്റേഷന്റെ പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊന്നും പറയാൻ പറ്റൂല. നമ്മള് ഒരു എണ്ണൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുക. കയറി റെയിൽവേ സ്റ്റേഷനിൽ 2, 3-ാമത്തെ സ്റ്റേഷൻ, 4-ാമത്തെ സ്റ്റേഷൻ ആ ഒരു കണക്കിലാണ് ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്നത്. നേരെ ഇപ്പൊ 8:27, നമുക്ക് 9 മണിക്കാണ് പോകാനുള്ളത്. അരമണിക്കൂർ സമയമുണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡ് കാണുന്നുണ്ട്, കുറെ വലിയ 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 ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്, പിന്നെ കുറെ റോഡുകൾ കാണുന്നുണ്ട്. ബസ്സുകൾ നിർത്തിയിട്ടു. ഒരു പഴയ എഞ്ചിൻ ഒരു മോണുമെന്റലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ലോക്കോ പൈലറ്റ് ഒക്കെ നിൽക്കണുണ്ടല്ലേ. QNB സ്പോൺസർ ചെയ്ത ഈ ഒരു സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. വായിക്കാൻ പറ്റണവര് വായിച്ചോളൂ. ഇവിടെ സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. ഇവിടെയാണ് എൻട്രൻസ്. ടിക്കറ്റ് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളെ ട്രെയിൻ ടിക്കറ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ കയറാൻ പോവാണ്. ലഗേജ് വെക്കാൻ ഇവിടെ സ്പെഷ്യൽ കമ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒതുക്കി ലഗേജൊക്കെ വെച്ചിരിക്കണം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ പൈലറ്റ് കോക്പിറ്റ് ലോക്കോ പൈലറ്റ് ഇരിക്കും. അവരെ കൂടെ സിഗരറ്റ് വലിച്ചിരിക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റ് വൈപ്പറൊക്കെ ഇട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ള ട്രെയിന്. അങ്ങനെ യാത്ര നല്ല രീതിയിൽ ഇങ്ങനെ പുരോഗമിക്കാതെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ AC ഒരു കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേറൊരു ട്രെയിനിന് കയറാൻ പറഞ്ഞു. അപ്പോൾ ഇനി പുതിയ ട്രെയിനിൽ യാത്ര തുടരും. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ പാൻട്രി ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാം. സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാം. ഭയങ്കര വൃത്തിയായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം സാധനങ്ങൾ എന്തൊക്കെയുള്ളത് നോക്കാം. സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു നോക്കട്ടെ. ഹായ്, ഹൗ ആർ യു?
പൈസ എഴുതി കാണിച്ചു തന്നുണ്ട്. നമുക്ക് 110 കോഫിക്കും 235 ഒരു സാൻഡ്വിച്ചും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാക്ക് കോഫിയാണ്, അതിൻ്റെ കൂടെ ക്രീമറും ഉണ്ട്. കുതിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന തുർക്കിയിലെ ഹൈ സ്പീഡ് ട്രെയിനിൽ ഞങ്ങളൊരു കോഫിയും ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഞങ്ങളിത് വാങ്ങാൻ പോയപ്പോൾ ഉണ്ടായ കോമഡി പറഞ്ഞിരിക്കുകയായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന പെണ്ണിന് ഇംഗ്ലീഷ് ഒട്ടും അറിയുക. അപ്പം ഞാൻ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും, അതൊരു പേപ്പറിൽ എഴുതി തരും. അങ്ങനെയാണ് ഈ സാധനം വാങ്ങിയത്. എന്നിട്ട് കൊടുത്ത പൈസ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായി. വേറെ ഒരാൾ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ്. ഓട്ടോമാറ്റിക് ഡോറുമാണ് കേട്ടോ. ഇതൊരു ചില്ലിന്റെ ഗ്ലാസ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ കാണാൻ കാഴ്ച കാണാൻ പറ്റും. ഞാൻ ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മളെ ഇന്ത്യൻ റെയിൽവേയിലുള്ള പോലെ പുറത്തേക്കൊന്നും തലടാനോ കാണാനോ നോക്കാനൊന്നും പറ്റില്ല. അത്രയും ഹൈ സ്പീഡിൽ പോകണല്ലേ. അങ്ങനെ അങ്കാറ റെയിൽവേ സ്റ്റേഷൻ 3 നിലയുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ ട്രെയിൻ പോണത്. ഞങ്ങളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ വലിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. തിരക്കൊന്നുമില്ല, പക്ഷെ കുറെ ട്രെയിനുകളൊക്കെ പോകാനുള്ളതാണ്. വലിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 5-6 വരെ പ്ലാറ്റ്ഫോമിന്റെ നമ്പർ കാണുന്നുണ്ട്. കോഫി ഷോപ്പ് ഉണ്ട്, ബൊട്ടിക്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, മൊബൈൽ റീചാർജ് ചെയ്യാനുണ്ട്, കാർ റെന്റൽ ഉണ്ട്, ഒരുപാട് കഫേസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഏകദേശം ഇസ്താംബൂളിൽ നിന്ന് ഏകദേശം 4-5 മണിക്കൂറോളം യാത്ര ഉണ്ട് ഇങ്ങോട്ട്. 1:45 ഏകദേശം 20-25 മിനിറ്റോളം ട്രെയിൻ ലേറ്റ് ആണ്. 1:20 പറഞ്ഞത് 1:45 ആണ് ഇപ്പൊ എത്തിയത്. നമ്മള് ഒരു ഇടയ്ക്കൊരു ട്രെയിൻ കേടുന്നുണ്ട്, പിന്നെ വേറെ ട്രെയിനിൽ കയറാനുള്ളത്. നമ്മൾ നേരെ റൂമിൽ പോകും. റൂമിൽ കൂടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത്. ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്നപ്പോ നല്ല വെയിലേനി. ഇപ്പൊ ആ മഴക്കാറൊക്കെ മൂടി നല്ല ഇരുട്ടയിക്കണ്. ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയി വന്നിട്ടുള്ളൂ, അപ്പൊ ഇതിന് ഫുള്ള് ഇരുട്ടായി. അപ്പൊ അങ്ങനെ ഞങ്ങള് അങ്കാറ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തിരിക്കുകയാണ്. ഇനി ഞങ്ങള് റൂമിക്ക് നടന്നു പോവാട്ടോ. അപ്പൊ എന്താണ് ഈ റോഡൊന്ന് മുറിച്ച് കടന്നാൽ മതി. അതിന്റെ ബാക്കിൽ തന്നെയാണ് റൂം. പോയി നോക്കാം. അവിടെ നമ്മൾ വന്ന് ഇറങ്ങിയത് അങ്കാറ. ഞങ്ങൾ അതിന്റെ ഇപ്പുറത്തും കിടന്നു. എങ്ങനെയുണ്ട് റമി? നല്ല ക്ലൈമറ്റ് അല്ലേ? ആൽക്കഹോളിക് വെതറാണ്. ചെറിയ തുള്ളിയുടെ ഇന്നുണ്ടല്ലോ. ഇതുവരെ പൊരി വെയില് അടിച്ചു നിന്ന സ്ഥലമാണ്. കാർ ബാഗൊക്കെ മൂടി. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ ചാറ്റി തുടങ്ങി. 130 മീറ്റർ കൂടെ ഉണ്ട് കേട്ടോ, ആണ് ഗൂഗിള് കാണിക്കണത്. നല്ല കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്. പിന്നെ സൈഡിൽ കൂടെ തന്നെ വഴി തോന്നുന്നുണ്ട്, പോയി നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്തു. എൻ്റെ പൊന്നോ, അതാണ് ഞങ്ങളെ റൂം. ചെറിയൊരു നല്ല ഒതുക്കുള്ളൊരു പാകത്തിനകത്തെ റൂം. ജാക്കുസി ഒക്കെ ഉണ്ടോ? സന്തോഷമായോ? ഓക്കെ. ബാൽക്കണി ഒക്കെ ഉണ്ട്. നല്ലൊരു സെറ്റപ്പ്. അയ്യോ, നല്ല കിടിലൻ ക്ലൈമറ്റ്. ഹലോ. അപ്പൊ ഭാഷ ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ വന്ന ഇവിടെ 2 പെണ്ണുങ്ങളാണുള്ളത്. 2 പെണ്ണുങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഒരു പൊടി പോലും അറിയില്ല. ഓക്കെ എന്ന് പോലും അറിയില്ല. തമാം എന്നാ പറയണം. ഏതായാലും അവര് ചോദിച്ചു നിങ്ങൾ എത്ര ദിവസത്തിനാ നിൽക്കുന്നത്, പാസ്പോർട്ട് ചോദിച്ചു, ഒപ്പിടാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ഒപ്പിച്ചു. എത്ര ദിവസത്തിനാ നിൽക്കണത്, പൈസ അടച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മള് എന്താ പറയാ അങ്ങോട്ട് ഒപ്പിക്കലായിരുന്നു. അങ്ങനെ അങ്കാറയിലെ ആദ്യത്തെ ദിവസം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കാണാൻ. ഇതിപ്പോ സമയം ഏകദേശം 4:30. ഇന്നും നാളെയാണ് അങ്കാറയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ റൂമിലൊക്കെ കയറി ചെക്ക് ഇൻ ചെയ്ത് അതൊക്കെ ഭയങ്കര കോമഡി റൂം. വൈഫൈ ഇല്ല, AC വർക്ക് ആവണില്ല, ഒരുമാതിരി ചോപ്പ് കാർപ്പറ്റും ചോപ്പ് ലൈറ്റും അതൊക്കെ അങ്ങനെ ഒരു ഇത്. ഏതായാലും ഞങ്ങള് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ലോണ്ടറി ഇട്ടു. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കണം. അപ്പൊ റമി ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കണേ. ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഒരു കട ഉണ്ട് കേട്ടോ. ഞങ്ങള് ഇവിടുത്തെ തുർക്കി ഷവർമ ഇവിടെ തൂക്കിയിട്ടൊക്കെ ഉണ്ട് ഷവർമ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഷവർമ, തുർക്കിഷ് ഷവർമ. എന്തേലും പറയും. ഒരു ചായയും ഒരു ലബാനും പറയണം. 1 ചായ 1 ജ്യൂസ്. അങ്ങനെ 2 സാധനം. ഇത് എന്താന്ന് കൂടെ അറിയില്ല, പേരറിയാം. ഷവർമ പോലത്തെ സാധനമാണ്. ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇന്ന് കൂടെ പറഞ്ഞു ഒരു ചായയും ഒരു ലബൻ പോലത്തെ സാധനം. ഇവിടെ എല്ലാവരും കുടിക്കുന്നത് കേട്ട് പറഞ്ഞാട്ടോ. ഇതെന്താണെന്ന് കുടിച്ചത് ലബാൻ തന്നെ. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കട്ടെ. മറ്റന്നാളെ കപ്പറോക്കെ പോകണം. അങ്ങോട്ട് പോകാനുള്ള ബസ്സിന്റെ ടിക്കറ്റ് കിട്ടുമോ നോക്കണം. അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ പോകാൻ മെട്രോ കയറാൻ നോക്കി.
മെട്രോന്റെ കാർഡ് കിട്ടാനില്ല. കാർഡ് എവിടെ കിട്ടണമെന്ന് ആർക്കും ചോദിക്കാനും നമുക്കും അറിയില്ല, പറഞ്ഞുതരാൻ ആർക്കും അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഊബർ ബുക്ക് ചെയ്ത് കണ്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റേഷനിൽ പോകണം. ടിക്കറ്റ് കിട്ടുമോ നോക്കണം. അയ്യോ, അങ്കാറ ബസ് ടെർമിനലിൽ എത്തിട്ടോ. എന്തൊരു ബ്ലോക്ക് അറിയോ, ഒരു അര മണിക്കൂർ 30-35 മിനിറ്റോളം ഞങ്ങൾ ഇവിടെ ടൗണിൽ ബ്ലോക്കിൽ കുടുങ്ങി. ഊബർ ആപ്പിൽ കാണിച്ച ഇതിനേക്കാളും ഒരു 200 ലിറ ഏറെ കൊടുക്കേണ്ടി വന്നു. അത് ഊബർ ആപ്പിൽ തന്നെ ക്ലോസ് ചെയ്തപ്പം റൈഡ് ഫിനിഷ് ചെയ്തപ്പോൾ ഊബർ ആപ്പിൽ കാണിച്ചത് 430 ലിറ. തുർക്കിയിൽ നമുക്ക് വളരെ ചുരുങ്ങിയ ട്രെയിൻ ഓപ്ഷനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്കുള്ള യാത്രാ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റർസിറ്റി സെമി സ്ലീപ്പർ AC ബസ്സുകൾ തന്നെയാണ്. നമ്മളിപ്പോ കപ്പഡോക്കിയയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നതാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തു, 2 പേർക്ക് 1600. ഇനി നമുക്ക് മെട്രോക്കുള്ള കാർഡ് കിട്ടുമോ നോക്കാം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണിത്. നമ്മുടെ നാട്ടിലൊരു റെയിൽവേ സ്റ്റേഷനെ വരി. ഇസ്താംബൂളിന്റെ പളപ്പളപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും വൃത്തിയുണ്ട്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇവിടെ ഫുള്ള് ചവിട്ടി തുപ്പി ഇവിടെ നെയ്റോസ്റ്റ് ദോശയൊക്കെ കച്ചവടം ചെയ്യുന്ന സ്ഥലക്കാരം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. നല്ല ക്ലീൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും. നമ്മളിപ്പോ ഹമനോനു എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇന്ത്യന്റെ സീറ്റ് ഒക്കെ സ്റ്റേഷൻ വരുന്നുണ്ട്, പക്ഷെ എടുക്കത്തെ ക്ലീൻ ആണ്, ഭയങ്കര ക്ലീൻ ആണ്. ഈ മുന്നിൽ പോണ ഈ വല്യപ്പച്ചനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പുള്ളിനെ കുറിച്ച് വലിയൊരു കഥ ഉണ്ട്, പറഞ്ഞുതരാം. ഇത് ഇവിടുത്തെ മുംബൈയിലൊക്കെ ഉള്ള സബർബൻ ട്രെയിനിന്റെ മാതിരിയുള്ള ഒരു ഇത്, പെട്ടെന്ന് പോവാ പെട്ടെന്ന് വരിക, അങ്ങനത്തെ ഒരു ട്രെയിനാണ്. മെട്രോ അല്ല, എന്നാ ട്രാമും അല്ല. ഈ കാണുന്നത് ഇവിടുത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ ആണ്. നമ്മള് പുതിയ റെയിൽവേ സ്റ്റേഷൻ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലാണ്. ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി വന്നതാണ്. ഇവിടുന്നാണ് നമ്മള് ഹമനോനു എന്ന് പറയുന്ന ഒരു പഴയൊരു സ്ഥലമാണ്. അതിപ്പോ റീസ്റ്റോർ ചെയ്ത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിക്കണമെന്ന് കേട്ടു. അവിടെ ഒന്ന് പോയോക്കട്ടെ. ഇത് ഇവിടുത്തെ പഴയ ട്രെയിനാട്ടോ, ഡീസൽ ട്രെയിൻ ആണ്. ഇസ്മീർ പോകുന്നതാണ്. നമ്മൾ വന്നത് ബുള്ളറ്റ് ട്രെയിനാണ്. ഇങ്ങനത്തെ ട്രെയിനുകളൊക്കെ വരുന്നത് പഴയ റെയിൽവേ സ്റ്റേഷനിലും, പുതിയ ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് ഈ തൊട്ട് ബാക്കിൽ ഈ ബിൽഡിംഗിൽ കാണുന്ന ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിലാണ്. ബുള്ളറ്റ് ട്രെയിനുകൾ 3 സിറ്റിക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഇസ്താംബൂള്, കൊന്യത്ത് സൗത്ത്, പിന്നെ ഒരു സിവാസ് എന്ന് പറഞ്ഞ ഒരു ഈസ്റ്റിക്കുള്ള ഒരു പട്ടണം. ഇങ്ങനെ 3 സിറ്റിക്കാണ് ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ ഉള്ളത്. ബാക്കിയുള്ള ഇടത്തൊക്കെ ഈ ട്രെയിനാണ്. അതായത് ഇതിന്റെ ബാക്കിൽ കാണുന്ന പഴയ കൈൻഡ് ഓഫ് ഡീസൽ ട്രെയിനാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന ട്രെയിൻ. ഹമനോനുക്കുള്ള ട്രെയിന് വെയിറ്റ് ചെയ്യാട്ടോ. തുർക്കിഷ് പത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫേമസ് മെഡിക്കൽ കോളേജാണ്, ഒരു ഫേമസ് മെഡിക്കൽ കോളേജാണ്. ഇതൊരു ഇവിടുത്തെ പഴയ പള്ളി കേട്ടോ, 14ാം സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ പള്ളിയാണ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റിന്റെ ഹോസ്റ്റലുകളാട്ടോ. ലോൺ ഉണ്ട്, ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ഇതൊക്കെ ഹോസ്റ്റലായിരിക്കും. ഇവിടെ ഒരുപാട് ആൾക്കാർ ഡെലിവറിക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ഈവനിങ് അടിപൊളിയാണ്. ഇതൊരു ഖബർസ്ഥാനാട്ടോ, ഖബർസ്ഥാൻ. ഇതൊരു പഴയ വീടാട്ടോ. അപ്പൊ കണ്ടുപോകുന്ന ഈ സാധനങ്ങളൊക്കെ, കഫേകളും ഒക്കെ പണ്ട് ഇതുപോലെ ആയിരുന്നു. ഇപ്പൊ ക്ലീനപ്പ് ചെയ്തു എന്നാ പറഞ്ഞു. ഇപ്പൊ റീസ്റ്റോർ ചെയ്തതാണ് എല്ലാം. ക്ലോക്ക് ടവർ ഉണ്ട് കേട്ടോ. 2008 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ 2008 ഉണ്ടാക്കിയതായിക്കാരം. ഒരു ഇതുപോലെ ഒരു ഈ ഹമനോനുവിന്റെ സ്ട്രീറ്റുകളൊക്കെ വന്നു ചേരുന്ന ഒരു സ്ക്വയർ ആണ്. ഇവിടെ ഒരു മെയിൻ റോഡ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു ഹമാം ഉണ്ട്. ഇതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു 1440 മുതലുള്ള ഒരു കുളിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഹമനോനു എന്ന് പറഞ്ഞ ഈ കുളിക്കുന്ന സ്ഥലം, ാണ്ട് നോക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സ്ഥലം. ഇസ്താംബൂളിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വിലക്കുറവാട്ടാ. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ഫുഡില് ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഹായ്, ഹൗ ആർ യു? താങ്ക് യു. ഇത് വെള്ളം കുടിക്കാനുള്ള സംവിധാനം കേട്ടോ. കിളിന്റെ സൗണ്ട് മാത്രം ഉണ്ടല്ലേ. ഇവിടെ ഒരു ലോണൊക്കെ ഉണ്ടല്ലോ.
അങ്ങനെ കുറേ ആൾക്കാർ. ഇവിടെ ഒന്നും കടകളൊന്നുമില്ല. ഇപ്പോൾ ടൂറിസ്റ്റുകൾ അങ്കാറയിൽ കുറവാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രമുഖ ടൂറിസ്റ്റുകൾ ഈ കൊല്ലം നമ്മളാണെന്ന് പറഞ്ഞു. ഒരു കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഇവിടെ കുറേ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് വരികയാണ്. അവരുടെ കയ്യിൽ കുറേ ഒരുപാട് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്രൗൺ കളർ ലീവ് അല്ലേ? ഇതൊരു ബുക്ക് സ്റ്റോർ ആണ് കേട്ടോ. റമിയൻ്റെ ഉള്ളിൽ കയറിക്കണം. കിതാബ് കഹ്വെ എവി. കിതാബ് പറഞ്ഞ ബുക്ക്, കഹ്വെ എന്ന് പറഞ്ഞ കോഫി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബുക്സ് മേക്ക് യു ഇന്റലിജന്റ് എന്നാണ്. റമിക്ക് ഒരു കമ്പനിനെ കിട്ടി. അതൊരു തുർക്കിഷ് സംസാരിക്കുന്ന ഒരാളാണ്. റമി അയാളൊപ്പം പോവാണ്. അയാൾ ഞങ്ങളെ ഈ സ്ട്രീറ്റ് മുഴുവൻ കാണിക്കാട്ടോ. റബ്ബേ, അയാൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വേണ്ടി എത്ര കൂടിക്കണ അറിയാം. പുള്ളി ഞങ്ങളെ ഇതൊക്കെ പറഞ്ഞു, ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു, കുറേ ഹിസ്റ്ററിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി ഒരു കാനഡക്കാരന്, തുർക്കിഷാണ് ജനിച്ചത്. പക്ഷെ എന്താ പറയുക, അമേരിക്കയിൽ AMD എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ റിട്ടയർമെന്റിലാണ്. അയാൾ അങ്കാറയിൽ ജനിച്ച് അമേരിക്കയിൽ, കാനഡയിൽ പോയി അമേരിക്കയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. പുള്ളി ഇതൊക്കെ നമുക്ക് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹമനോനു എന്ന് പറഞ്ഞ ഒരു പഴയ സിറ്റി ഇപ്പോൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയി കണ്ടുവരികയാണ്. ഇപ്പം ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ സബർബൻ റെയിൽവേ, മെട്രോ അല്ല, ഹൈ സ്പീഡ് ട്രെയിനും അല്ല, രണ്ടും അല്ലാത്ത ഒരു സബർബൻ റെയിൽവേ സിസ്റ്റമാണ് ഇത്. അപ്പോൾ ഇതും വളരെ സ്പീഡായിട്ട് നീങ്ങുന്ന ഒരു സംഭവമാണ്. റോഡിലൂടെ പോയ ഭയങ്കര ട്രാഫിക്, ട്രെയിനിന് വെയിറ്റ് ചെയ്യണം. ഞങ്ങളെ കൂടെ ഇന്ന് ഞങ്ങളെ കൊണ്ട് നടന്ന ഒരാളുണ്ട്. പുള്ളി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് ഫോട്ടോയിലൊന്നും നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളിയാണ് ഞങ്ങളെ ഇന്ന് ഫുള്ള് വൈകുന്നേരം മുതൽ ഇന്ന് രാത്രി നേരെ 9 മണിയോളായി. പുള്ളി ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. തുർക്കിന്റെ ചരിത്രവും തുർക്കിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പോരാത്തിന് അവസാന നിമിഷം ഞങ്ങൾ ഇതേവരെ മെട്രോന്റെ കാർഡ് കിട്ടിയില്ലേ. പുള്ളി എന്ത് ചെയ്തു, പുള്ളിന്റെ മെട്രോ കാർഡ് ഞങ്ങൾക്ക് തന്നു. പുള്ളി പറയുന്നത് പുള്ളിക്ക് സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് 65 വയസ്സായതുകൊണ്ട് പുള്ളിക്ക് ഫ്രീ ആണ് യാത്ര. പുള്ളിക്ക് വേറെ കാർഡ് ഉണ്ട്, ഇവിടുത്തെ സീനിയർ സിറ്റിസൺസിനുള്ള ഒരു കാർഡ്. അത് വെച്ചാൽ പുള്ളിക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് ആ കാർഡ് ഞങ്ങൾക്കും തന്ന് അതിലൊരു 50 ലിറ ഇട്ട് തന്ന്. ഇപ്പോ നാളെ ഞങ്ങളോട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മനുഷ്യൻ കുറെ നേരമായി. പഠിച്ചോനെ അയാൾക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ഇപ്പം മഴ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയ മഴ ഉണ്ട്. താഴെ അങ്കാറ സിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിന് കാത്തുക്കാട്ടോ. ഇനി ഇതിലാണ് നമ്മൾക്ക് പോകാനുള്ള സബർബൻ ട്രെയിന്. ഇത് ഇന്ന് രാവിലെ വന്നിറങ്ങിയ അങ്കാറ ഘർ റെയിൽവേ സ്റ്റേഷന്റെ 3rd ഫ്ലോർ, അവിടുത്തെ ബാൽക്കണി ഏരിയ ആണ്. ഇവിടെ വന്നാൽ രാത്രി അങ്കാറ സിറ്റിന്റെ നല്ലൊരു വ്യൂ കിട്ടും. നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള കിടിലം വ്യൂ. താഴെ ഇന്ന് വൈകുന്നേരം നമ്മൾ ഹമനോനുക്ക് പോകാൻ ട്രെയിൻ വെയിറ്റ് ചെയ്ത ഇവിടുത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇതൊരു ഫുഡ് കോർട്ട് ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ഫുഡിന്റെ കൗണ്ടറുകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഇരുന്ന് ഇന്ന് രാവിലെ വന്ന് നിന്നിട്ട് നമ്മൾ സംസാരിച്ചതും നമ്മൾ അത്ഭുതപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കണ്ട് അത്ഭുതപ്പെട്ടൊരു സ്ഥലം താഴെ ഉണ്ട്. ഇനി ഏതായാലും അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞു. കുറെ കറങ്ങി, കുറെ നടന്നു. ഇന്നിപ്പോ സമയം ഏകദേശം 9:40 നേരെ റൂമിൽ പോവാ.